പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദജീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത ദ്വാവിംശതിതമോധ്യായ. ഉദ്ധവ ഉവാച കതിതത്വാനി വിശ്വേശ സംഖ്യാതാ പ്രഭോ നവൈകാദശ പഞ്ച ത്രീണ്യാത ത്വമിഹ ശുശ്രുമ. കേചിത് ഷഡ്വിംശതിം പ്രാഹുരപരേ പഞ്ചവിംശതിം സപ്തൈകേ നവഷഡ് കേചിത് ചത്വാരേകാദശാപരേ കേചിത് സപ്തദശ പ്രാഹു ഷോഡശൈകേ ത്രയോദശ. ഏതാവത്ത്വം ഹി സംഖ്യാനാമൃഷയോ യദ്വിവക്ഷയാ ഗായന്തി പൃഥഗായുഷ്മന്നിദം നോ വക്തുമർഹസി. ശ്രീഭഗവാനുവാച യുക്തം ച സന്ധി സർവത്ര ഭാഷന്തെ ബ്രാഹ്മണാ യഥാ മായം മദീയാമുദ്ഗൃഹ്യ വദതാം കിം नु ദുർഘടം. നൈതദേവം യഥാർത്ഥ ത്വം യദഹം വസ്മി തത്തഥാ ഏവം വിവദതാം ഹേതും ശക്തയോ മേ ദുരത്യയാ. യാസം വ്യതികരാദാസിത് വികൽപ്പോ വദതാം പദം പ്രാപ്തേ ശമദമേപ്യേതി വാദസ്തമനുശാമ്യതി. പരസ്പരാനുപ്രവേശാത് തത്വാനാം പുരുഷർഷഭ പൗർവാപര്യപ്രസംഖ്യാനം യഥാ വക്തുർവിവക്ഷിതം. ഏകസ്മിന്നഭിദൃശ്യന്തെ പ്രവിഷ്ടാനീതരാണി ച പൂർവസ്മിൻ വാ പരസ്മിൻ വാ തത്വേ തത്വാനി സർവശഃ. പൗർവാപര്യമതോമീശം പ്രസംഖ്യാനമഭീപ്സതാം യഥാ വിവിക്തം യദ്വക്തം ഗൃഹ്ണീമോ യുക്തിസംഭവാത്. അനാദ്യവിദ്യായുക്തസ്യ പുരുഷസ്യാത്മവേദനം സ്വതോ ന സംഭവാദന്യസ്തത്വജ്ഞോ ജ്ഞാനതോ ഭവേത്. പുരുഷേശ്വരയോരത്ര ന വൈലക്ഷണ്യമണ്വപി തദന്യകൽപ്പനാഭാർത്ത ജ്ഞാനം ച പ്രകൃതേർഗുണ. പ്രകൃതിർഗുണസാമ്യം വൈ പ്രകൃതേനാത്മനോ ഗുണ. സത്വം രജസ്തമ ഇതി സ്ഥിത്യുൽപത്യന്തഹേതവ. സത്വം ജ്ഞാനം രജകർമ്മ തമോ അജ്ഞാനമിഹോച്യതേ. ഗുണം വ്യതികരകാല സ്വഭാവസൂത്രമേവ ച. പുരുഷ പ്രകൃതിർവ്യക്തമഹങ്കാരോ നഭോനില ജ്യോതിരാഭക്ഷിതീരിതി തത്വാനുക്താനി മേ നവ. ശ്രോത്രം ത്വദ്ദർശനം ഘ്രാണോ ജിഹ്വേതി ജ്ഞാനശക്തയ വാക്പാണുപസ്തവായുംഗ്രി കർമാണ്യംഗോഭയം മന. ശബ്ദസ്പർശോ രസോ ഗന്ധോ രൂപം ചേത്യർത്ഥജാതയ ഗതി ഉക്തി ഉത്സർഗശില്പാനി കർമായതനസിദ്ധയ. സർഗാദോ പ്രകൃതിർഹ്യസ്യ കാര്യകാരണരൂപിണി സത്വാദിഭിർഗുണൈർദത്തേ പുരുഷോ അവ്യക്ത ഈക്ഷതേ. വ്യക്ത്യാദയോ വിഗുർവാണാധാതവ പുരുഷേക്ഷയ ലബ്ധവീരാസൃജന്ത്യണ്ഡം സംഹതാ പ്രകൃതിർബലാത്. സപ്തൈവ ധാതവ ഇതി തത്രാർത്ഥാ പഞ്ചകാദയ ജ്ഞാനമാത്മോഭയാധാരസ്തതോ ദേഹേന്ദ്രിയാസവ. ഷഡിത്യത്രാഭിഭൂതാനി പഞ്ചഷഷ്ട പരം പരപുമാൻ തര്യുക്ത ആത്മസംഭൂതൈ സൃഷ്ടേതം സമുപാവിശത്. ചത്വാരേവേദി തത്രാപി തേജ ആപോന്നമാത്മന ജാതാനി തൈരിതം ജാതം ജന്മാ അവയവിന ഖലു. സംഖ്യാനേ സപ്തദശകേ ഭൂതമാദേ മാത്രേന്ദ്രിയാണി ച പഞ്ച പഞ്ചൈകമനസ ആത്മാ സപ്തദശ സ്മൃത. തത്വഷോഡശ സംഖ്യാനേ ആത്മൈവ മന ഉച്യതേ. ഭൂതേന്ദ്രിയാണി പഞ്ചൈവ മന ആത്മാ ത്രയോദശ. ഏകാദശത്വ ആത്മാസൗ മഹാഭൂതേന്ദ്രിയാണി ച അഷ്ടോ പ്രകൃതയശ്ചൈവ പുരുഷശ്ച നവേദ്യത. ഇതി നാനാപ്രസംഖ്യാനം തത്വാനാം ഋഷിഭിഃ കൃതം. സർവം ന്യായം യുക്തിമത്വാത് വിദുഷാം കിമശോഭനം. ഉദ്ധവ ഉവാച പ്രകൃതി പുരുഷശ്ചോപൗ
യദ്യപ്യാത്മവിലക്ഷണോ അന്യോന്യാവാശ്രയാത് കൃഷ്ണ ദൃശ്യത്തെ ന പിതാ തയോ പ്രകൃതോ ലക്ഷ്യത്തെ ഹ്യാത്മാ പ്രകൃതിശ്ച തദാത്മനി ഏവം മേ പുണ്ടരീകാക്ഷ മഹാന്തം സംശയം ഹൃദി ചേത്തുമർഹതി സർവജ്ഞ വചോഭിർനയനൈ പുണൈ തത്വജ്ഞാനം ഹി ജീവാനം പ്രമോഷസ്തേത്ര ശക്തിദാ ത്വമേവ ഹ്യാത്മമായാ ശക്തിം വേത്ത ന ചാപര ശ്രീഭഗവാനുവാച പ്രകൃതിപുരുഷശ്ചേതി വികൽപ്പപുരുഷർഷഭ ഏഷം വൈകാരികഃ സർഗോ ഗുണം വ്യതികരാത്മക മമാംഗമായാ ഗുണമയ്യനേകഥാ വികൽപ്പബുദ്ധിശ്ച ഗുണൈർവിധത്തെ വൈകാരികസ്ത്രിവിധോ അധ്യാത്മമേക മതാതിദൈവമധിഭൂതമന്യത് ദൃക്രൂപമാർക്കം വപുരത്ര രന്ധ്രേ പരസ്പരം സിദ്ധ്യതി യഃ സ്വദഖേ ആത്മായതേഷാമപരോ യാദ്യ സ്വയാനുഭൂത്യാഖില സിദ്ധസിദ്ധി ഏവം തുകാദി ശ്രവണാദി ചക്ഷുർജിഹ്വാദിനാസാദി ച ചിത്തയുക്തം യോസൗ ഗുണക്ഷോഭകൃതോ വികാര പ്രധാനമൂലാന്മഹത പ്രസൂത അഹം ത്രിവിന്മോഹ വികൽപ്പഹേതുർ വൈകാരികസ്താമസ ഐന്ദ്രിയശ്ച ആത്മാപരിജ്ഞാനമയോ വിവാദോ ഹ്യസ്തീതി നാസ്തീതി വിദാർത്ഥനിഷ്ഠ വ്യർത്ഥോപി നൈവോ പരമേത പുംസം മത്തപരാവൃത്തതിയം സ്വലോകാത് ഉദ്ധവ ഉവാച ത്വത്തപരാവൃത്തതി യസ്വകൃതൈ കർമ്മഭിപ്രഭോ ഉച്ചാവചാൻ യഥാ ദേഹാൻ ഹൃണ്ണന്തി വിസൃജന്തി ച തന്മമാഖ്യാഹി ഗോവിന്ദ ദുർവിഭാവ്യമനാത്മഭി ന്യഹേതത് പ്രായശോ ലോകേ വിദ്വാംസ സന്തി വഞ്ചിത ശ്രീഭഗവാനുവാച മനഃകർമ്മമയം ന്യൂനാമിന്ദ്രിയൈ പഞ്ചഭിർയുതം ലോകാലോകം പ്രയാത്യന്യ ആത്മാ തദനുവർത്തതേ ധ്യായന്മയോനു വിഷയാൻ ദൃഷ്ടാൻ വാനുശ്രുതാനഥ ഉദ്യസീതത് കർമ്മതന്ത്രം സ്മൃതിസ്തദനുശാമ്യതി വിഷയാ വിനിവേശേന ആത്മാനം യസ്മരേത് പുനഃ ജന്തോർവൈ കസ്യ സിദ്ധേതോർ മൃത്യുരത്യന്ത വിസ്മൃതി ജന്മ ആത്മതയാ പുംസാ സർവഭാവേന പൂരിത വിഷയസ്വീകൃതിം പ്രാഹുർ യഥാ സ്വപ്നമനോരഥ സ്വപ്നം മനോരഥം ചേത്തം പ്രാപ്തനം ന സ്മരത്യസൗ തത്ര പൂർവമിവാത്മാനമപൂർവം ചാനുപശ്യതി ഇന്ദ്രിയായന സൃഷ്ടേദം ത്രൈവിധ്യം ഭാതി വസ്തുനി ബഹിരന്തർപിതാ ഹേതുർജനോ അസഞ്ജനകൃത്യത നിത്യദാഹ്യംഗഭൂതാനി ഭവന്തി ന ഭവന്തി ച കാലേനാലക്ഷ്യവേഗേന സൂക്ഷ്മത്വത്തന്ന ദൃശ്യത്തെ യഥാർച്ചിഷം സ്രോതസാം ച ബലാനാം വാ വനസ്പതേ തദൈവ സർവഭൂതാനാം അയോവസ്ഥാദയ കൃത സോയം ദീപോർച്ചിഷാം യദ്വത് സ്രോതസാം തദിദം ജലം സോയം പുമാനിതി നൃണം മൃഷാഘീതിർമൃഷായുഷാം മാ സ്വസ്യ കർമ്മ ബീജേന ജായതേ സോപ്യയം പുമാൻ മ്രിയദേവാമരോ ഭ്രാന്ത്യ യഥാഗ്നിർദാരു സംയുത വിഷേകഗർഭജന്മാനി ബാല്യകൗമാരയൗവനം വയോമദ്യം ജരാമൃത്യുരിത്യവസ്ഥാസ്തനോർനവ ഏതോ മനോരഥമയീർഹന്യ ശോചാവജാസ്തനു ഗുണസംഗാതുപാദത്തെ ക്വചിത് കശ്ചിത് ജഗാതി ച ആത്മനഃ പിതൃപുത്രാഭ്യാമനുമേയോ ഭവാപ്യയോ ന ഭവാപ്യയവസ്തൂനാമഭിജ്ഞോതയലക്ഷണാം തരോർബീജവിഭാഗാഭ്യം യോ വിദ്വാൻ ജന്മ സംയമോ തരോർവിലക്ഷണോ ദ്രഷ്ട ഏവം ദ്രഷ്ടാ തനോ പൃഥക് പ്രകൃതേരേവമാത്മാനാമവിവിച്യാബുധ തത്വേന സ്പർശ സമ്മൂഢ സംസാരം പ്രതിപദ്യത്തെ സത്വസംഗാദൃശീൻ ദേവാൻ രജസാസുരമാനുഷാൻ തമസാഭൂതതിര്യക്തം ഭ്രാമിതോ യാതി കർമ്മഭി നൃത്യതോ ഗായത പശ്യൻ യഥൈവാനുകരോതി താൻ ഏവം ബുദ്ധിഗുണാൻ പശ്യന്നീഹോപ്യനുകാര്യതേ
യഥാംബസാ പ്രചലതാ തരവോപി ചലായിവ ചക്ഷുഷാ ഭ്രാമ്യമാണേന ദൃശ്യതേ ഭ്രമതീവ ഭൂ. യഥാ മനോരഥധിയോ വിഷയാനുഭവോ മൃഷ സ്വപ്നദൃഷ്ടാശ്ച ദാശാർഹ തഥാ സംസാര ആത്മനാ അർത്ഥേ വിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേ അനർത്ഥാഗമോ യഥാ. തസ്മാദുദ്ധവമാവുക്ഷ്വ വിഷയാനസദിന്ദ്രിയൈ ആത്മാഗ്രഹണ നിർബാധം പശ്യ വൈകൽപ്പികം ഭ്രമം. ക്ഷിപ്തോ അവമാനിതോ അസദ്വി പ്രലബ്ധോ അസൂയിതോഥവാ താഡിതഃ സന്നിബദ്ധോ വാ വൃത്യാ വാ പരിഹാപിത നിഷ്ഠിതോ മൂത്രിതോ വാഞ്ചർ ബഹുദൈവം പ്രകമ്പിത. ശ്രേയസ്കാമകൃച്ഛഗത ആത്മനാത്മാനമുദ്ധരേത്. ഉദ്ധവ ഉവാച തഥൈവ മനുബുദ്ധേയം വദനോ വദതം പര സുദൂസ്സകമിദം മന്യേ ആത്മന്യസതിക്രമം. വിദുഷാമപി വിശ്വാത്മൻ പ്രകൃതിർഹി ബലീയസി ഹൃദേ ത്വത്കർമ്മ നിരതാൻ ശാസ്താംസ്തേ ചരണാലയാൻ. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമസ്യം സംഹിതായാം ഏകാദശസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധം 22-ാം അധ്യായത്തിൽ ഉദ്ധവര് ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ പല ഋഷിമാരും പലതരത്തിൽ കണക്കാക്കുന്നതായ തത്വങ്ങൾ ഏതൊക്കെയാണ്, അവ എത്ര വിധത്തിലുണ്ട്? അപ്പോൾ ഭഗവാൻ പറയാണ്, ഉദ്ധവ, ബ്രഹ്മജ്ഞാനികളുടെ വ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും എല്ലാം യുക്തം തന്നെയാണ്. ഞാൻ തത്വങ്ങളെ വിഭജിച്ച രീതികളും ഉദ്ദേശങ്ങളും അങ്ങയ്ക്ക് പറഞ്ഞു തരാം. ബ്രഹ്മജ്ഞാനികൾ പല അഭിപ്രായക്കാരാണ്. എല്ലാ പക്ഷങ്ങളിലും എല്ലാ തത്വങ്ങളും അടങ്ങിയിട്ടുണ്ട്. എൻ്റെ മായയെ അംഗീകരിച്ച് തർക്കിക്കുന്നവർക്ക് എല്ലാമായും പൊരുത്തപ്പെടാൻ കഴിയും. ഒരാൾ പറഞ്ഞത് ശരിയല്ല, മറ്റൊരാൾ പറഞ്ഞതാണ് ശരി എന്നിങ്ങനെ വാദിക്കുന്നവരുടെ വാദങ്ങൾക്കെല്ലാം കാരണം ആർക്കും എതിർക്കാൻ കഴിയാത്ത എൻ്റെ ശക്തിയാണ്. സത്വാദി ഗുണങ്ങളുടെ ആധിക്യത്തിൽ നിന്നാണ് അവരുടെ വാദത്തിനടിസ്ഥാനമായ ഭാവം ഉണ്ടായത്. ശമതമങ്ങൾ ഉണ്ടായാൽ ഈ ഭേദകൽപ്പന നശിക്കും, ആ വികൽപ്പം നശിച്ചാൽ വാദവും നശിക്കും. തത്വങ്ങളുടെ അനുപ്രവേശം മൂലം വാദിയുടെ വിവക്ഷ അനുസരിച്ച് തത്വങ്ങളെ വിസ്തരിച്ചും കുറച്ചും പരാമർശിക്കുന്നതിന് വിരോധമില്ല. സർവതത്വങ്ങളും കാര്യകാരണങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണു. അതുകൊണ്ട് തത്വങ്ങളുടെ ഭാവം വിസ്തരിക്കുന്നവർ എന്തു പറഞ്ഞാലും അതെല്ലാം യുക്തിയുള്ളതായതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. ജ്ഞാനമില്ലാത്ത ജീവന് ആത്മജ്ഞാനം ഉണ്ടാവില്ല. അതിന് തത്വജ്ഞാനിയായ ഈശ്വരൻ വേറെ വേണം. വാസ്തവത്തിൽ ജീവേശ്വരന്മാർക്ക് ഒട്ടും വ്യത്യാസമില്ലാത്തതുകൊണ്ട് ഭേദം തോന്നിയാലും ഭേദം കൽപ്പിക്കേണ്ടതില്ല. ജ്ഞാനം പ്രകൃതിയുടെ ഗുണമാണ്.
ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി. അതുകൊണ്ട് ആ ഗുണത്രയങ്ങൾ പ്രകൃതി തന്നെയാവാനേ നിവൃത്തിയുള്ളൂ, ആത്മാവിൻ്റേതാവില്ല. ജ്ഞാനം സത്വത്തിൻ്റെയും കർമ്മം രജസിൻ്റെയും അജ്ഞാനം തമസിൻ്റെയും വികാരമാണ്. ഗുണബന്ധങ്ങൾക്ക് ഹേതുവായ ഈശ്വരനാണ് കാലം. സ്വഭാവമെന്നത് മഹത്വവുമാണ്. തത്വങ്ങളെ കുറച്ചും കൂട്ടിയും പറയണത് അവയെ ഒരുമിപ്പിക്കാനും അകറ്റാനും കൂടിയാണ് എന്ന് അറിവുള്ളവർ പറയുന്നു. പുരുഷൻ, പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ എന്നിവയാണ് ചിലർ പറയുന്ന 9 തത്വങ്ങൾ. 11 എന്ന് വാദിക്കുന്നവർ ജ്ഞാനേന്ദ്രിയങ്ങൾ 5ഉം കർമ്മേന്ദ്രിയങ്ങൾ 5ഉം ഉഭയസാധാരണമായ മനസ്സും ചേർത്ത് കണക്കാക്കുന്നു. ഇവ രണ്ടും പഞ്ചമഹാഭൂതങ്ങളിൽ ഉൾപ്പെടുത്തി തത്വങ്ങൾ മനസ്സടക്കം 6 ആണ് എന്ന് പറയുന്നവരും ഉണ്ട്. ആരംഭത്തിൽ പ്രകൃതി സൃഷ്ടി ചെയ്യണു. പുരുഷൻ കേവലം കാഴ്ചക്കാരനാണ്. മഹത്തത്വം പ്രകൃതിയിൽ നിന്നുണ്ടായ വികാരം കൊണ്ട് കൂടിച്ചേർന്ന് പ്രകൃതിയുടെ ബലം കൊണ്ട് ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചു. 5 തന്മാത്രകളും ജീവനും ആത്മാവും ചേർന്ന് തത്വങ്ങൾ 7 ആണെന്ന് വാദിക്കുന്നവരുണ്ട്. ഈ 7-ൽ നിന്നാണ് ശരീരവും പ്രാണനും ഇന്ദ്രിയങ്ങളും ഉണ്ടായത്. 6 എന്ന് പറയുന്നവർ 5 ഭൂതങ്ങളോടൊപ്പം പരമാത്മാവിനെ കൂടി ചേർക്കണു. ഈ 5ഉം പരമാത്മാവും കൂടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇനി 4 ആണ് എന്ന് പറയുന്നവർ അഗ്നി, ജലം, പൃഥ്വി, ആത്മാവ് എന്നീ തത്വങ്ങളെ കൊണ്ട് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നു. 17 എന്ന് കണക്കാക്കുന്നവർ പഞ്ചഭൂതങ്ങളെയും പഞ്ചതന്മാത്രകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെയും കൂടി കണക്കാക്കുന്നു. 16 കരുതുന്നവർ ആത്മാവും മനസ്സും ഒന്നായിട്ട് കരുതുന്നു. 13 ആണെന്ന് വാദിക്കുന്നവർ പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ജീവാത്മാവ്, പരമാത്മാവ്, മനസ്സ് എന്നിങ്ങനെ കണക്കാക്കുന്നു. ഇങ്ങനെ തത്വഗണന പല പ്രകാരത്തിലും ഋഷികൾ കണക്കാക്കിയിരിക്കുന്നു. എല്ലാത്തിനും ന്യായവും യുക്തിയും കാണാം. ജ്ഞാനികൾ ജീവിതം ശോഭനമായിട്ട് കരുതുന്നു. ഇങ്ങനെ ഭഗവാന്റെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ഉദ്ധവരുടെ മനസ്സിൽ പ്രകൃതിയെപ്പറ്റിയും പുരുഷനെക്കുറിച്ചും സംശയമുണ്ടായി. പ്രകൃതിയും പുരുഷനും തമ്മിൽ ഭിന്നമാണെങ്കിലും രണ്ടും ഒന്നിച്ചിരിക്കണു. അതുകൊണ്ട് ഭേദം മുഴുവൻ തിരിച്ചറിയാൻ സാധിക്കണില്ല. അപ്പോൾ ഉദ്ധവരുടെ ഈ സംശയത്തെ ഭഗവാൻ യുക്തിയുക്തം ഛേദിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ ഭക്തോത്തമ, പ്രകൃതിയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ത്രിഗുണങ്ങളുടെ ക്ഷോഭത്തിൽ നിന്ന് ഉണ്ടായ ശരീരസംഘാതം വികാരത്തോട് കൂടിയതാണ്. എന്നാൽ എൻ്റെ മായ പല വിധത്തിലുള്ള ഭേദങ്ങളെയും അതിനോട് ബന്ധപ്പെട്ട് ബുദ്ധികളെയും ഉണ്ടാക്കണു. വികാരങ്ങളോട് കൂടിയ ദേഹസംഘാതം 3 വിധമുണ്ട്. അവ ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിവയാണ്. അവ പരസ്പരം ആശ്രയിച്ച് ആത്മപ്രകാശത്താൽ ജ്ഞാനസ്വരൂപമായിട്ട് പ്രകാശിക്കുന്നു. കർമ്മവാസനയുള്ള മനസ്സ് ശരീരങ്ങളിൽ നിന്ന് ശരീരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നു. ആത്മാവ് അന്യനാണെങ്കിലും അധ്യാസം കൊണ്ട് അതിനെ അനുഗമിക്കാം. മനസ്സ് കണ്ടതും കേട്ടതും ധ്യാനിച്ചുകൊണ്ട് ദേഹങ്ങളിൽ പ്രവേശിക്കുന്നു. സ്മൃതി നശിക്കുന്നു, ജീവൻ മരിക്കുന്നു. സ്വപ്നസ്ഥനായ ജീവൻ പുതിയ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പഴയ ശരീരത്തെ മറക്കുന്നു. ആത്മാവ് തൽക്കാല ദേഹത്തിൽ അഭിമാനിക്കുന്നു, പുതിയതുപോലെ വിചാരിക്കുന്നു. തീജ്വാലയും ജലപ്രവാഹവും വൃക്ഷങ്ങളും ഫലങ്ങളും ദിവസം തോറും മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ എല്ലാ ശരീരങ്ങൾക്കും അവസ്ഥാന്തരങ്ങൾ ഉണ്ടാവണു. അവ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. തൻ്റെ കർമ്മവാസന കൊണ്ട്
ജീവൻ മരിക്കണമെന്നും ജനിക്കണമെന്നും കരുതുന്നത് ശരിയല്ല. കേവലം ഭ്രമം കൊണ്ട് തോന്നണതാണ്. സത്യത്തിൽ ജീവൻ അമരനാണ്. അഗ്നി വിറകിൽ പ്രകാശിക്കുമ്പോൾ തീ ഉണ്ടായി എന്നും ആ വിറക് തീരുമ്പോൾ നശിക്കണു എന്നും തോന്നുന്നത് പോലെ വെറും ഭ്രമമാണ് ജീവൻ്റെ കഥ. ശരീരത്തിന് 9 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? ഗർഭം ധരിക്കൽ, വൃദ്ധി, ജന്മം, ബാല്യം, കൗമാരം, യൗവനം, വയോമധ്യം, ജര, മരണം എന്നിങ്ങനെ 9 അവസ്ഥകളുണ്ട്. എല്ലാം ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കണു. ഒന്നിനും ആത്മാവിനോട് ബന്ധമില്ല. പിതാവിൻ്റെ ദേഹം നശിക്കുന്നതും പുത്രൻ്റെ ജീവൻ ജനിക്കുന്നതും കാണുന്നതുകൊണ്ട് അവൻ തനിക്കും നാശമുണ്ട് എന്ന് മനസ്സിലാക്കണു. ആത്മാവിന് ഒരിക്കലും നാശമില്ല. അജ്ഞാനിയായ മനുഷ്യൻ വിഷയങ്ങളിൽ ഭ്രമിച്ച് ആത്മാവിനെ വേർതിരിച്ച് അറിയാൻ കഴിയാതെ സംസാരം പ്രാപിക്കുന്നു. ഈ ഭേദഭ്രമം ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ദുർജനങ്ങളാൽ അധിക്ഷേപിക്കപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും അസൂയപ്പെട്ടാലും അടിക്കപ്പെട്ടാലും ബന്ധിക്കപ്പെട്ടാലും ജീവിതമാർഗം തടയപ്പെട്ടാലും അതുപോലെ തുപ്പുക, മൂത്രമൊഴിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്ത് ഈശ്വരനിഷ്ഠയിൽ നിന്ന് ചലിപ്പിക്കപ്പെട്ടാലും എത്ര വലിയ ആപത്തിൽ പെട്ടാലും ശ്രേയസ് ആഗ്രഹിക്കുന്ന ആൾ തൻ്റെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിക്കണം. ഇതൊക്കെ തൻ്റെ പ്രാരബ്ധങ്ങളാണ് എന്നറിഞ്ഞ് ക്ഷോഭിക്കാതെ സർവേശ്വരനിഷ്ഠനായി ജീവിക്കണം. ഇത് കേട്ടപ്പോൾ ഉദ്ധവർ ചോദിക്കുകയാണ്, സർവേശ്വര, എങ്ങനെയാണ് ഈ സ്ഥിതി കൈവരിക്കാൻ പറ്റുക? പരമശാന്തരായ അവിടുത്തെ ശ്രീപാദദാസന്മാരൊഴിച്ച് മറ്റുള്ളവർക്ക് അവർ എത്ര വലിയ വിദ്വാൻമാരായാലും തങ്ങളുടെ നേരെ ദുർജനങ്ങൾ ചെയ്യുന്ന അതിക്രമം സഹിക്കാൻ പറ്റാത്തവരാണ്. സ്വഭാവം അതിശക്തമായതുകൊണ്ട് അതിനെ എളുപ്പത്തിൽ കീഴടക്കാൻ സാധിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കുന്നു. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. നമ്മൾ പലതും സഹിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. പൂർണ്ണമായി ക്ഷമിച്ചാൽ മാത്രമേ ചിത്തശുദ്ധി വരുള്ളൂ. അതിന് നമ്മളുടെ തന്നെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കണത് എന്ന് മനസ്സിലാക്കി ഈ നിമിഷം മുതൽ നല്ല ചിന്തകൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ എന്നിവ വളർത്തിയെടുത്ത് നമ്മൾ മാറാൻ ശ്രമിക്കണം. ക്ഷമ എത്രത്തോളം നമുക്കുണ്ടോ അത്രത്തോളം നമുക്ക് മനസ്സമാധാനമുണ്ടാവും. മനസ്സിനെ എപ്പോഴും ശുദ്ധമാക്കി വെക്കണം. ശരീരം ദിവസവും 2 നേരം വൃത്തിയാക്കുന്നത് പോലെ മനസ്സിനെയും വൃത്തിയാക്കണം. അകം വൃത്തിയായാൽ പുറമേയുള്ള ലോകവും ചുറ്റുപാടും നല്ലതായിട്ട് മാറും. അതിന് നല്ല പരിശ്രമം വേണം. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണം. കൂടുതൽ ദുഃഖം തരുന്ന ചിന്തകളെ മാറ്റി ശുഭചിന്തകൾ വളർത്തണം. സദാ ആ ഭഗവാനെ സ്മരിക്കണം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ഉറപ്പിക്കണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് ഭഗവാൻ തരുന്നത്. അതെല്ലാം ഓരോ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കേണ്ടത്. അത് ഉൾക്കൊണ്ട് എല്ലാവരോടും ക്ഷമിച്ച് നമ്മുടെ ലക്ഷ്യമാകുന്ന ആ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കാം. എൻ്റെ വാക്കുകളെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കണു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.